ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 3-4 ദിവസങ്ങൾ മുമ്പ് ഒരു ഫാനിൻ്റെ ഒരു കപ്പാസിറ്റർ മാറ്റിയ വീഡിയോ നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടാവില്ലേ. ആ വീട്ടിൽ ഫാനിൽ സ്പീഡ് കമ്മിയാന്ന് പറഞ്ഞിട്ടാണ് കപ്പാസിറ്റർ മാറ്റിയത്. എന്നപ്പോൾ ഞാൻ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാനിൽ സ്പീഡ് കൂടുതലാണ്, അത് കമ്മിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്താ സ്റ്റെപ്പ് ഡിമ്മറാണ്. അപ്പോൾ ഇത് ക്രാഫ്റ്ററി എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് ഷോപ്പിൽ 3 ഷോപ്പിൽ കയറിയിട്ട് എവിടെയില്ല സാധനം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ലിഗ്രാൻഡിൻ്റെ ആൾസി എന്ന് പറഞ്ഞ മോഡൽ കൊടുന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഡ്രൈവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രാഫ്റ്ററിയുടെ ഉള്ളിലേക്ക് വെക്കുകയാണ്, അതായത് ഡിമ്മറിലേക്ക് വെക്കുകയാണ്. ക്രാഫ്റ്ററിയുടെ ഉള്ളിൽ കംപ്ലൈൻ്റ് ആയത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഡ്രൈവ് എടുത്തിട്ട് തണ്ടോ ഇതേപോലെ വെച്ചിട്ടോ കറക്റ്റായി കിട്ടി, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിലൊരു സാധാരണ രീതിയിൽ ചില മോഡലിൽ ഒരു നെറ്റ് വരും, അതായത് നമുക്ക് നെറ്റ് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കാണും ഫ്രണ്ടിൽ ഒരു ത്രെഡ് വരുന്നുണ്ടല്ലേ, ഈ കാണുന്ന നെറ്റ് ടൈപ്പ് ഉണ്ട്. ഞാൻ ലിഗ്രാൻഡിൻ്റെ ആൾസി എന്ന് വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗ്രാൻഡിൻ്റെ ഏത് റെഗുലേറ്റർ ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും കുറച്ച് കാലം നിൽക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഞാനത് ഫുള്ളി സെറ്റാക്കി ഒക്കെ റെഡി ആക്കിട്ടോ. ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, നല്ല രീതിയിൽ അമർത്തി നോക്കി, യാതൊരു കുഴപ്പമില്ല. കറക്റ്റായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കപ്പ്, അതായത് തിരിക്കുന്ന നോബ് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈറ്റിൽ അവിടെ നിൽക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം വരികയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടാത്തൊരു മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 350 ആണ്, അതായത് 350 റുപ്യാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.